നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാര്യം ചോദിക്കാൻ പറ്റിയ സന്ദർഭം. തിരുമേനിയും ഭാര്യയും മകളും ഒന്നിച്ചിവിടെ ഉണ്ട്. തിരുമേനിയുടെ തിരക്ക് കഴിയട്ടെ. എന്തായാലും ഇനി ഇത് മാറ്റിവെക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ ചോദിച്ചേ പറ്റൂ. കൃഷ്ണ, എന്ന് ഞാൻ ഈ നടയിൽ വന്നത് പ്രതീക്ഷകളോടെയാ. ഇപ്പൊ വന്നിരിക്കുന്നത് ഉറപ്പോടുകൂടിയാ. അങ്ങേ പൂജിക്കുന്ന, അങ്ങ് സംരക്ഷിക്കുന്ന എന്റെ മകളെ കാണാൻ. തിരുമേനിക്ക് എന്നോട് അപ്രിയൊന്നും തോന്നല്ലേ? അദ്ദേഹം എന്നോട് വാസ്തവം എന്താന്ന് പറയണേ. എന്താ യശോദേ, ഇന്ന് തിരുമേനിയുടെ കൂടെ താനും ഇറങ്ങിയോ? ഭഗവാന്റെ അടുത്തേക്കല്ലേ? ആ, എന്നാ ശരി. ചേച്ചി, ചേച്ചി, അതെ, അത് തിരുമേനിയുടെ ആരാ? ഭാര്യ. യശോദേ, ആ, നമ്മുടെ മോള് തിരിച്ചു വന്നില്ലേ? ഇല്ല, ഞാൻ നോക്കാം. ഞാൻ പൂജയ്ക്ക് കയറുക. ആ, ശരി. കാര്യം ചോദിക്കാൻ പറ്റിയ സന്ദർഭം. തിരുമേനിയും ഭാര്യയും മകളും ഒന്നിച്ചിവിടെ ഉണ്ട്. തിരുമേനിയുടെ തിരക്ക് കഴിയട്ടെ. എന്തായാലും ഇനി ഇത് മാറ്റിവെക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ ചോദിച്ചേ പറ്റൂ. ക്ഷമ, അത് നോക്ക്.
എന്നെ പോലെ തന്നെ. അതെ, ഒരു കാര്യം ഉറപ്പാ, ശ്യാമ ചെന്ന് മകളെ കുറിച്ച് ചോദിച്ചാ ഒരാൾക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സാമ്യമുണ്ട്. എന്റെ ഈശ്വര, ഇന്ന് ഈ നടയിൽ വെച്ച് അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചിരുന്നെങ്കിലോ? വിളിക്കുമായിരിക്കും അല്ലേ? വിളിക്കും. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റളവിൽ ഭഗവാൻ ശ്യാമയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മോളെ കാണിക്കാൻ വേണ്ടി തന്നെയാ. ഇത്രയും നാൾ ഒരർത്ഥം തോന്നാതിരുന്ന ജീവിതത്തിന് പെട്ടെന്നൊരർത്ഥം ഉണ്ടായതുപോലെ. ചേച്ചി വാ, വാ, വാ. അച്ഛാ, ആരെയോ കാണാനെന്നും പറഞ്ഞു പോയിട്ട് ഇതൊക്കെ എന്താ? ആരെങ്കിലും അർച്ചനക്കായിട്ട് തന്നയച്ചാണോ മോളെ? അല്ല, നമ്മുടെ സ്നേഹയില്ലേ, മറ്റേ പൂക്കട നടത്തുന്ന, ആ അവള് തന്നതാ. ഇനി മുതല് സ്നേഹയുടെ കടയിലെ പൂജാ സാധനങ്ങളൊക്കെ ഞാനാ വിൽക്കുന്നത്. ആ, വെറുതെ ഒന്നല്ല, അതിനവൾ എനിക്ക് കമ്മീഷൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം? ജോലി ചെയ്ത് എന്തെങ്കിലും പണം കിട്ടിയാല് എനിക്കതുകൊണ്ട് അച്ഛനെ സഹായിക്കാമല്ലോ. അച്ഛന്റെ കടം വീട്ടാൻ ഇറങ്ങിയതാണോ എന്റെ കുട്ടി? എങ്കിൽ ആ സ്നേഹയോട് ചെന്ന് പറഞ്ഞേക്കും ഈ ജോലി വേണ്ടാന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.